നാളെ ഞാൻ സോളമനെ കാണാൻ പോവുകയാണ്. എനിക്കറിയാം ഈഗോ ഹേർട്ടായി ഇൻസൾട്ടഡ് ആവുന്നവൻ്റെ ഫീല്. അന്ന് ജാനകി മാഡം ഞാനെന്ന തലതിരിഞ്ഞവൻ്റെ തല വെട്ടിയ ദിവസം, മറക്കാനാവാത്ത എൻ്റെ റാഗിംഗ് സസ്പെൻഷൻ എൻക്വയറി ഡേ. തമിഴ്നാട്ടിൽ റാഗിംഗ് ഏറ്റവും ക്രൂര വിനോദമായി കൊണ്ടാടുന്ന കുറച്ചു പേരുടെ കൂടെ ചേർന്ന് ഞാനും. എടാ, മഹാറാണി കോളേജിൽ ഒരു തമിഴൻ പയ്യൻ ഒരു മലയാളി പയ്യനെ തല്ലി ഹോസ്റ്റലിൽ കയറി ഒളിച്ചിരിപ്പുണ്ട്. വിളിച്ചിട്ട് പുറത്തിറങ്ങുന്നില്ല. നമ്മുടെ ട്രെയിനിൽ വരുന്ന സൈഫില്ലേ, അവന്റെ ഫ്രണ്ടിനെ തല്ലിയത്. നീ പോയെ. മഹാറാണിയുടെ പ്രശ്നം മഹാറാണിക്ക്, ഞങ്ങൾ അതിൽ ഇടപെടില്ല. ഭേദം ഉണ്ടാവില്ല. എടാ മൈഗുണാപ്പ, ഒരു വഴി മറ്റോർത്താനും പറയരുത്. ആ കോബ്ര പ്രകാശിന്റെ പ്രശ്നത്തിൽ നിന്റെ ഒക്കെ കൂടെ ഞങ്ങളും കൂടി നിന്നതാ, ഓർമ്മ വേണം. വേദും ഞങ്ങളും ഈ പ്രശ്നത്തിൽ ഇടപെടൂല. ഇസ്മായിലെ, നീ നിന്റെ പണി നോക്ക്, പോ. മനസ്സിലായടാ നിന്റെയൊക്കെ ശരിക്കുള്ള സ്വഭാവം. നീയൊക്കെ പാട്ടാ സെക്കൻഡ് ഇയറിലായിട്ടുള്ളൂ, ഇനിയും വരുമല്ലേ പ്രശ്നങ്ങള്. എടാ ഇസ്മായിലെ, അതല്ല പ്രശ്നം. നിനക്കറിയാലാ, വേദ് നോട്ടപ്പുള്ളിയാണ്. ഓൾറെഡി ഫസ്റ്റ് ഇയറിലെ പ്രശ്നം കാരണം വേദിന് വാണിംഗ് ഉണ്ട്. നീ ഇത് വിട്ടുപിടി. എടാ അത് ഇവിടെ അല്ലടാ, നമ്മുടെ ക്യാമ്പസിലേ അല്ല, നമുക്ക് അവിടെയൊക്കെ പരിപാടിക്ക് പോണ്ടതാ. ഞാൻ വരാം. എടാ പ്രാന്തം പറ്റേ, നീ വെറുതെ എടുത്തിയാടരുത്. അന്നവർ പറഞ്ഞത് എൻ്റെ ചെവി കയറിയില്ല. തിളച്ചുമറിയുന്ന ചോര അത് സോളമന്റെ പോലുള്ളതായിരുന്നു. അതിൽ കഞ്ചാവ് കലർന്നിരുന്നില്ലെന്ന് മാത്രം. കഞ്ചാവിനേക്കാൾ ലഹരി എനിക്ക് സൗഹൃദങ്ങളായിരുന്നു. പ്രാന്തം പട്ടേ എന്ന് സ്നേഹത്തോടെയുള്ള വിളികളായിരുന്നു. ഞാൻ ചെന്നു ഹോസ്റ്റലിന് മുന്നിൽ. അവനെ വിളിച്ച് ഒന്ന് വാൺ ചെയ്യുക, അത് മാത്രമായിരുന്നു മനസ്സിൽ. തല്ലിയവനെ കൊണ്ട് തല്ലുകൊണ്ട സീനിയറോട് ഒന്ന് ക്ഷമ പറയിപ്പിക്കുക, അതുമാത്രം. നാണാവില്ലടാ നിനക്ക്? കണ്ണി കണ്ട പിള്ളേരെ തല്ലു മഞ്ച് വന്നേക്കാ. ഞാൻ ആ പ്രാന്തം പട്ടരെ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്. അവൻ മറ്റവനെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരും. എങ്ങോട്ട്? ഇവിടെ നമ്മുടെ മടയിലേക്ക്. അവനോട് സോറി പറയിപ്പിച്ചാ മതിന്നാ ഞാൻ പറഞ്ഞേക്കണത്. വരട്ടെ. വരട്ടെ. பசங்க கூட இப்படிலாம் பண்ணக்கூடாது. மலையாளி பசங்க அது பார்த்து தான் பண்ணுவோன்னு தெரியுமா? கொஞ்சம் மன்னிப்பு கேட்டால் போதுண்ணே. இதை பார்த்தாலே அவங்களுக்கு பிடிக்கவே பிடிக்காது. நாம் வந்து அட்ஜஸ்ட் பண்ணி தான் ஆகணும், தெரியுங்களா? ഇസ്മായിലെ, ഇസ്മായിലെ, വേണ്ട വേണ്ട, ഓടാ തുറക്കണം. തുറക്കണം. കൊണക്കലടാ നീ. കൊടുക്കട ഫിനിക്സ്. ഇസ്മായിലെ, സേഫു, പാവടവൻ തല്ലടാ.
ഞാനവിടെ വിളിച്ചോ உட்காருங்க ஐயா. என்ன பண்ணிட்டார் உங்க பையன்? ஆ. ஏற்கனவே அந்த பொண்ணு அவரிசு கேஸ் நடந்துட்டு இருக்கு. அந்த பையனோட பாடியே எனக்கு கிடைக்கல. இந்த நேரத்துல இப்படி எல்லாமே பண்ணிட்டானே, இனி என்ன ஆக போதோ தெரியல. முருகா, അവരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, വേദിനൊപ്പം ഉണ്ടായിരുന്നോന്ന്. ഇല്ലെന്ന് പറയാൻ എൻ്റെ മകനോട് 1000 പ്രാവശ്യം പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞില്ല. സസ്പെൻഷൻ 2 മാസം മതിയായല്ലോ അല്ലേ? ഒരു സെമസ്റ്റർ അങ്ങ് പോയി കിട്ടി. ഇവനിവിടെ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണിത്. നിന്നെ ഡിസ്മിസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ. വാ അമ്മേ. എനിക്ക് തരട്ടാ. See, Mr. Ved, ragging is a criminal offense as per IPC, and it is executed last year after the death of a student at Rajamuthaya College. But unfortunately for you, the legalization of the act was implemented last year by the court of law. சரி சரி, உன் தரப்பில் நீ என்ன சொல்ல போற? Sir, I'm sorry. I didn't mean to do anything to that guy. We just don't want to hear anything from you. You already have warnings from first year. இவன் ஃபர்ஸ்ட் இயர்ல இருந்து ரொம்ப தொல்லை சார். இதுக்கு மேல ஏதாவது யோசிக்கணுமா? இந்த மாதிரி பொறுக்கிங்களெல்லாம் காலையில் வச்சிருக்க கூடாது, தூக்கிடணும். Sir, I was alone. None of my friends were there with me at that time. Please leave them and don't punish them if you could. Vedayar, who was found guilty over ragging a student from Maharani College, and he is dismissed from the college with immediate effect. According to the law, we are handing over the candidate to the department. The rest of the students are left safe with 2 months suspension as they were on the scene. Mr. Ved. Excuse me, sir. Yeah. Huh? 1 minute. Oh, sure. Sir, I am Janaki. I am not talking any law points here. But let's not charge him legally because he is already punished and hope you got all the real culprits. Ma'am, actually நான் இந்த சீனில் வர வேண்டிய அவசியமே இல்லை. But you know, principal and others. Anyhow, we have to complete our formalities. But these guys, they should know the seriousness of the incident. Okay? Yes, sir. വേദ്, ഇതൊരു പ്ലാന്റ് ട്രാപ്പായിരുന്നു. റാഗിംഗ് കോളേജുകളിൽ വാണിംഗ് ആക്കാൻ ആരെയെങ്കിലും പ്രതിയാക്കണമായിരുന്നു. അതിൽ ഇൻവോൾവ്ഡ് ആയവരൊക്കെ കഴിഞ്ഞ വർഷത്തെ ആ കോളേജിലെ റാഗിങ്ങിലെ നോട്ടപ്പുള്ളികളായിരുന്നു. നീ നിന്റെ എടുത്തുചാട്ടം കൊണ്ട് അതിലും പോയി ഇൻവോൾവ്ഡായി. ഇന്റേണൽ ഇഷ്യൂസൊക്കെ ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി നീ തീരുമാനിക്കണം
ഇവിടുന്ന് അങ്ങോട്ട് 2 വാതിലുകൾ നിനക്ക് മുൻപിലുണ്ട്. വേദ്, നീ എത്ര ബ്രില്യൻ സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്കറിയാം. ബട്ട് സംഹൗ യു ആർ ഇൻ ദി സ്റ്റേജ് നൗ. എടുത്തുചാട്ടമാണ് നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. കം വിത്ത് മീ. അന്ന് ഞാൻ മാഡത്തിന്റെ കൂടെ നടക്കുമ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞു. എന്റെ പതനമായിരുന്നില്ല ആ നടത്തം. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അവർ പകർന്ന ആവേശത്തിൽ ആ വർഷം തന്നെ പ്രൈവറ്റായി ബിരുദം എഴുതിയെടുത്തു. 26 പേപ്പർ 2 സെമസ്റ്റർ കൊണ്ട് പാസ്സായി. 1 വർഷത്തിന് ശേഷം എന്റെ കൂട്ടുകാരുമൊത്ത് പഠിക്കാൻ അതേ കോളേജിൽ മാസ്റ്റേഴ്സിന് ചേർന്നു. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ജോലിക്കായി ബാംഗ്ലൂരിലേക്ക്. നാളെ സോളമനെ കാണും.